ഇസ്ലാം എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? വെറും കോമഡിയാണ്. മതങ്ങളായിട്ടുള്ള ആൾക്കാർ ഇസ്ലാമിൽ വിശ്വസിച്ച ശേഷം ചത്തുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് 72 കൂറികളൊക്കെ കിട്ടും. ഹിന്ദുവായി ചത്തു കഴിഞ്ഞാൽ അത് കിട്ടൂല. ഇത് കേൾക്കുമ്പോ തന്നെ ജനത്തിന് മനസ്സിലായിക്കൂടെ ഇസ്ലാമിലേക്ക് ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്ക് മാത്രമാണ് ഈ ഹൂറിക്കഥ എന്നുള്ളത്. മറ്റൊരു കോമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് എപ്പോഴും ഇരുന്ന് ഏമ്പക്കം വിട്ടപ്പോ ഉണ്ടായ ഒരു സൗണ്ടാണ് അവാഹു. ഇപ്പൊ ഞാനിവിടെ ഇരുന്ന് ഒരു ഏമ്പക്കം വിടുമ്പോ എനിക്ക് വേണമെങ്കിൽ അതുപോലെ ദൈവം ഇതാണെന്ന് പറഞ്ഞിട്ട് ഇഷ്ടമുള്ളൊരു സൗണ്ട് പുറപ്പെടുവിക്കാൻ പറ്റും. ഉദാഹരണത്തിന് കൊകളക്കളി ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടായി കഴിഞ്ഞിട്ട് ഇതാണ് ദൈവം, നിങ്ങളെല്ലാവരും ഇതിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടന്മാരായിട്ടുള്ള ജനങ്ങളൊക്കെ ഇതിനകത്ത് വിശ്വസിച്ച് ഇങ്ങനെ ഞാനിപ്പോ ഉണ്ടാക്കിയ പോലുള്ള സൗണ്ട് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. നമുക്ക് എന്തെങ്കിലും ദുരിതങ്ങളൊക്കെ വരുമ്പോ നമ്മള് ഉടനടി അള്ളാഹുവെ രക്ഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യരുണ്ടാക്കി വെച്ചിരിക്കുന്ന സാങ്കല്പിക ശബ്ദത്തിന് മനുഷ്യരെ രക്ഷിക്കാനുള്ള കഴിവുണ്ടാ? ഒരു പ്ലാവിൽ നിന്ന് ഒരു ഇല വീണ് കഴിഞ്ഞാൽ അത് കമന്ന് കിടക്കണ ഇല മലത്തിടാൻ പോലും ഈ സാങ്കല്പ ദൈവത്തിന് സാധിക്കൂല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സങ്കല്പം മാത്രമാണ്, യാഥാർത്ഥ്യമല്ല എന്നുള്ളത് ഇവരെന്തുകൊണ്ടും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്.